നമ്മുടെ ജീവിതത്തില് 2 ദിവസങ്ങളുണ്ട്. ആ 2 ദിവസങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. 2 ദിവസങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ജനിച്ച 2 ദിവസങ്ങളുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്ന് ജനിച്ച ദിവസവും അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ അതല്ല. നിങ്ങൾ നമ്മളൊരു കാര്യം പറഞ്ഞു വന്നപ്പോ തന്നെ ഞാനിങ്ങനെ ജനിച്ച എന്ന് പറഞ്ഞപ്പോ പിന്നെ നിങ്ങളത് ബാക്കിയുള്ളത് പറയും. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. മനസ്സിലായില്ല? നിങ്ങളെ മൊത്തം നമ്മുടെ മൈൻഡിലേക്ക് എടുക്കാൻ പറ്റും. ഞാൻ എന്താ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു 2 ദിവസങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തത്. ഒന്ന് നമ്മൾ ജനിച്ച ദിവസവും മരിച്ച ദിവസവും. നിങ്ങൾ പറഞ്ഞു കണ്ടോ, ഞാനല്ല പറഞ്ഞു, ബാക്കിയുള്ളത് നിങ്ങൾ പറഞ്ഞു. നമ്മുടെ ശനി നമ്മൾ 2 ദിവസം ഒന്നും ചെയ്യാൻ പറ്റാത്ത 2 ദിവസങ്ങളിൽ ഒന്ന് ഡെഡ് ബോഡിയാണ്. എന്താണെന്നോ, യെസ്റ്റർഡേ ഇറ്റ് ഇസ് എ ഡെഡ് ബോഡി, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ടുമാറോ ഇറ്റ് ഈസ് അൺബോൺ ചൈൽഡ്. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത 2 ദിവസങ്ങളുണ്ട്. എന്താണ്? ഒന്നേതാണ് യെസ്റ്റർഡേ, രണ്ടേതാണ് ടുമാറോ. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ കഴിക്കുന്ന മരുന്ന് എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ മനുഷ്യൻ കഴിക്കുന്ന മരുന്ന് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ്? ഡിപ്രഷൻ. കേട്ടോ, എന്റെ മൈൻഡിലുള്ളതെല്ലാം ക്യാച്ച് ചെയ്യാനുള്ള കഴിവ് ചേച്ചിക്കുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ മനുഷ്യന് കഴിക്കുന്ന മരുന്ന് ഡിപ്രഷനാണ്. എന്തുകൊണ്ടാണ് മനുഷ്യന് ഡിപ്രഷൻ? ജനിക്കുമ്പോൾ നമുക്ക് ഡിപ്രഷൻ ഉണ്ടോ? ഇല്ല. പിന്നെ എവിടെ നിന്ന് വന്നു? എങ്ങനെ വന്നു? യു ആർ ഡിപ്രസ്ഡ്. എന്തുകൊണ്ട്? ഈ പുസ്തകം വായിച്ചാൽ, നിങ്ങൾക്ക് 10 രൂപയുടെ പുസ്തകം വായിച്ചാൽ എന്തുകൊണ്ട് ബസ്സിൽ കയറുന്ന കേട്ടിട്ടില്ലേ? അതാ ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡിപ്രഷൻ? അതിന്റെ കാരണം അറിയോ? ഇപ്പൊ എന്റെ മനസ്സിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇട്ടു തരുന്നു. ആരെങ്കിലും ഇപ്പൊ പറയും ഡിപ്രഷൻ എങ്ങനെ വരുന്നു? 1 2 3. ആരും ഇപ്പൊ പറയും 1 2 3. ഇവിടെ ആരോ പറയാമോ? ലൂസ് ഹോപ്പ്, സ്ട്രെസ്. പറയൂ. ജീവിതത്തെ കുറിച്ചുള്ള വ്യാകുലപ്പാട്. എങ്ങനെയാണ് ഡിപ്രഷൻ? പറഞ്ഞോ, കേൾക്കാനാണ് എനിക്ക്. അതിമോഹമാണ് ദിനേശ്. ഓക്കെ. പിന്നെ നിങ്ങൾ പറയാത്തൊരു വാക്ക് ഞാൻ വായിലുണ്ട്, ഞങ്ങൾ പറയാൻ പോവാണ്. നിരാശ വരുമ്പോ ഞാൻ എന്റെ മനസ്സിലിപ്പോ ഒരു വാക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ആരോ ക്യാച്ച് ചെയ്യുന്നുണ്ട്. കൂടെ ഇപ്പൊ ക്യാച്ച് ചെയ്യും. അതാണ് നിരാശ. അസൂയ. ഡിപ്രഷന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഡിപ്രഷന്റെ മെയിൻ റീസൺ സപ്രഷൻ. നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നിങ്ങൾ സപ്രസ് ചെയ്യുമ്പോഴാണ് ഡിപ്രഷൻ കടന്നു വരുന്നത്. അപ്പോ അവോയ്ഡ് സപ്രഷൻ. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യം. ഈ ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെന്നാണെന്നറിയോ? നാളെ അല്ല. ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നലകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഡിപ്രഷൻ. യെസ്റ്റർഡേ. ഇന്ന് ലോകത്ത് പല മനുഷ്യരും ഇന്നലകളിലാണ് ജീവിക്കുന്നത്. ഇന്നലെ എന്റെ നെഞ്ചിലെ മൺവിളക്കുതിയില്ലേ. ഇന്നലകളിൽ ജീവിക്കരുത് നിങ്ങൾ. അപ്പോഴാണ് ഡിപ്രഷൻ വരുന്നത്. അല്ലെ? വാട്ട് യു ഫീൽ? ശരിയാണോ? നിങ്ങൾ ഇന്നലത്തെ കാര്യം ആലോചിച്ചിട്ടല്ലേ ഡിപ്രഷൻ? നാളത്തെ കാര്യം ആലോചിച്ചിട്ട് ഡിപ്രഷൻ ഉണ്ടോ? ഇല്ല. ഇന്നലത്തെ കാര്യം പറഞ്ഞിട്ട് ഡിപ്രഷൻ സ്റ്റാർട്ട്സ്. അപ്പോ ഒന്ന് ഡിപ്രഷൻ. ഇനി മനുഷ്യന്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ ഒരു സാധനമാണ് ആൻസൈറ്റി. ആൻസൈറ്റി എവിടെ നിന്നാണ് വരുന്നത്? നാളത്തെ കാര്യം ആലോചിച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നലെയും ജീവിക്കരുത്, നാളെയും ജീവിക്കരുത്. യു ഹാവ് ടു ലീവ് ടുഡേ. യു ഹാവ് ടു ലീവ് ടുഡേ. ടുഡേ ഈസ് യുവർ ബർത്ത്ഡേ. ആൻഡ് ടുഡേ, ഒരു ദിവസം നിങ്ങൾ ജനിച്ചു, ഒരു ദിവസം നിങ്ങൾ മരിക്കും, ഒരു ദിവസം നിങ്ങൾ ജീവിക്കും. സോ ഓൺലി 1 day for you. 1 day. ഒറ്റ ദിവസമേ നിങ്ങൾക്കുള്ളൂ. 1 day. Yesterday is a dead body and tomorrow is an unborn child. ഇതിനെ ഓർത്ത് കരയേണ്ട ആവശ്യമുണ്ടോ?
ജനിക്കാത്ത കുട്ടിക്ക് വല്ലതും വേണോ? വേണ്ട. മരിച്ച കുട്ടിക്ക് വല്ലതും വേണോ? വേണ്ട. യു ഹാവ് ടു ലീവ് ടുഡേ. ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഡിപ്രഷനിൽ പോകേണ്ട കാരണം ഇന്നലെ അത് അങ്ങനെ സംഭവിച്ചില്ലേ, ഇന്നലെ ഇത് അങ്ങനെ സംഭവിച്ചില്ലേ. വെറുതെ ആവശ്യമില്ലാത്ത കാര്യം. ഇന്നലെ സംഭവിച്ചത് ഡെഡ് ബോഡിയാണ്. നീ എന്തിനു വെറുതെ ആഗ്രഹപ്പെടുന്നു? നാളെ അതുണ്ടാവും, നാളെ അതുണ്ടാവും. ആലോചിച്ചിരുന്നു എന്താ നഷ്ടപ്പെടുന്നറിയോ? നിന്റെ ഇന്ന് നിനക്ക് നഷ്ടപ്പെടും. അപ്പൊ ഇന്ന് നഷ്ടപ്പെടണോ? വേണ്ട. സോ യു ഇന്ന് പഠിക്കാണ്ട് യു സ്റ്റഡി വാട്ട് ഈസ് നീഡഡ് ടുഡേ. ഇന്ന് നിനക്ക് പഠിക്കാനുള്ളത് പഠിക്കുക, ഇന്ന് നിനക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിന് ഭയങ്കര സ്പിരിറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റും. അതാണ് ആദ്യം അച്ഛന് നമ്മോട് പറയാനുള്ളത്. ഇതാണ് ലീവ് ടുഡേ. കുഴപ്പമില്ല അല്ലെ? ലീവ് ടുഡേ. ഇന്ന് നിങ്ങൾ ജീവിക്കുക. അപ്പൊ കിടന്നുറങ്ങുന്നതിന് മുൻപ് ഇന്നലത്തെ കാര്യങ്ങൾ മുഴുവൻ തലയിൽ കൊണ്ടുവച്ചിട്ട് കിടന്നുറങ്ങും. നിങ്ങളുടെ മൈൻഡ് ഉണ്ടല്ലോ, മൈൻഡ് എന്ന് പറയുന്നത് എന്താണോ നിങ്ങൾ പറയുന്നത് അതേ നിങ്ങൾ ചെയ്യൂ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മൈൻഡിലെ കണ്ടമാന കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അതേ ചെയ്യുള്ളൂ. നിങ്ങളുടെ മൈൻഡ് എന്ത് പറയുന്നതാണ് നിങ്ങൾ ചെയ്യുക. ഇപ്പൊ എന്റെ കൈ ഇങ്ങനെ കാണിക്കണുണ്ടോ? ഇത് ഞാൻ ചെയ്യണതല്ല, എന്റെ മൈൻഡ് അറിയാണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സി, റെഡ് കാർ തിയറി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? വാട്ട് ഈസ് റെഡ് കാർ തിയറി? നിങ്ങൾ കാലത്ത് എഴുന്നേറ്റിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ when you start your journey, മൈൻഡില് ചുവന്ന കാർ എന്ന് നിങ്ങൾ ചിന്തിച്ചിറങ്ങിയാൽ നിങ്ങൾ ധാരാളം ചുവന്ന കാറുകൾ കാണും. That is in your mind. നിങ്ങളുടെ മൈൻഡിൽ എന്താണോ അത് നിങ്ങൾ കാണും. ഇപ്പൊ നിങ്ങളുടെ മൈൻഡ് എന്തായിരിക്കണം? നല്ലത് മാത്രം നിങ്ങളുടെ മൈൻഡിൽ സൂക്ഷിച്ചാൽ നല്ലത് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കും. കീപ് യുവർ മൈൻഡ് വിത്ത് ഗുഡ് തോട്ട്സ്. നല്ല കാര്യങ്ങളെ കൊണ്ട് നിങ്ങളുടെ മനസ്സുകളെ നിറയ്ക്കുക. ഈ ശരീരമല്ല നമ്മുടെ ജീവിതത്തിൽ വേദന, പെയിൻ എന്ന് പറയില്ലേ, പെയിൻ ഈസ് നോട്ട് ഇൻ യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തെ മുറിക്കാൻ കരുതുക. ശരീരമല്ല വേദനിക്കുന്നത് എന്താണ്? നിങ്ങളുടെ മൈൻഡാണ്, നിങ്ങളുടെ മനസ്സാണ് വേദനിക്കുന്നത്. ശരീരത്തിന് മുറിക്കുമ്പോൾ ചോര വരും, പക്ഷേ ശരീരമല്ല വേദനിക്കുന്നത്, നിങ്ങളുടെ മനസ്സാണ് വേദനിക്കുന്നത്. അത് മുറിക്കാണ്ടും വേദനിപ്പിക്കാം, മറ്റുള്ളവരെ വാക്കുകൊണ്ടും വേദനിപ്പിക്കാം. അവിടെയും നിങ്ങളുടെ മൈൻഡാണ് വേദനിക്കുന്നത്. നിങ്ങളുടെ മനസ്സ്, അതിന് നിങ്ങൾ പാടേണ്ടെന്ന് മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാ. കേട്ടില്ല പാട്ട് ഏത് കേട്ടില്ല? എവിടെ കേട്ടില്ല? NCC സ്കൂളിൽ പഠിക്കുമ്പോൾ NCC ചേർന്നൊരു കൈ ബന്ധിച്ച് NCC കേട്ടില്ലേ പാട്ട്? മനസ്സ് തലേന്ന് കുറച്ചൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയി. മനസ്സ് നന്നാവട്ടെ, അതാണ് അവരുടെ പാട്ട്. അവരുടെ പ്രയർ സോങ് ഇതാണ്. മനസ്സ് നന്നാവട്ടെ, മതമേതെങ്കിലും ആവട്ടെ, മനസ്സ് നന്നാവട്ടെ ആണ് അവരുടെ പാട്ട്. മാത്രമല്ല അവരുടെ മോട്ടോ എന്താണെന്ന് അറിയോ? ഞാൻ അവിടെ NCCയുടെ ഈ ഇതിനൊക്കെ NSS നാഷണൽ സർവീസ് സ്കീമിലുള്ള ഒരാളുണ്ടായിരുന്നു. പഠിച്ചു നാഷണൽ സർവീസ് കോളേജ് പഠിക്കുന്ന കാലത്ത് നാഷണൽ സർവീസ് സ്കീം. അപ്പൊ അതിലെ അവരുടെ മോട്ടോ എന്താണെന്നറിയോ? അവരുടെ മോട്ടോ ഇതാണ്, നോട്ട് മീ ബട്ട് യു. എന്താണ് അവരുടെ മോട്ടോ എന്ന് പറഞ്ഞേ? നോട്ട് മീ ബട്ട് യു. ഇത് ഭയങ്കര മനോഹരമായ ക്യാപ്ഷൻസ് ആണ്. നിങ്ങൾ ഏത് പ്രസ്ഥാനത്തോടൊക്കെ അതിന്റെ ഒക്കെ തുടക്കത്തിൽ എടുക്കുന്ന ആ ഒരു മോട്ടോയും ആ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, ഭയങ്കര മോട്ടിവേറ്റഡാ. പക്ഷെ അതൊക്കെ കുറച്ച് ചെയ്യുമ്പോൾ ഡൈലൂട്ട് ചെയ്ത് പോവാണ്. എന്താ അവർ പറഞ്ഞത്? നോട്ട് മീ ബട്ട് യു. അതായത് എന്റെ കാര്യമല്ല, അബൌട്ട് യു, നിന്നെ കുറിച്ചാണ് എനിക്ക് ചിന്ത. നാഷണൽ സർവീസ് സ്കീമിന്റെ രണ്ട് കാര്യങ്ങൾ, ഒന്ന് മനസ്സ് നന്നാവട്ടെ, രണ്ട് നോട്ട് മീ ബട്ട് യു.